പ്രേക്ഷകർ കാത്തിരിക്കുന്ന ലോകേഷ് കനകരാജ് രജനീകാന്ത് ചിത്രം കൂലിയുടെ പുതിയ വിഷ്വൽസുമായി ട്രെയിലർ പുറത്ത്. തിയേറ്ററിൽ പ്രദർശിപ്പിച്ച കൂലിയുടെ ഹിന്ദി പതിപ്പിന്റെ ട്രെയിലറാണ് പുറത്ത് സീനുകൾ കൂട്ടിച്ചേർത്തിരിക്കുന്നത്. ലോകേഷ് കനകരാജ് സംവിധാനം നിർവഹിച്ച് രജനീകാന്ത് നായകനായി വരുന്ന കൂലിയുടെ ടീസർ പുറത്തെത്തിയതിനു പിന്നാലെ ചിത്രത്തിന്റെ വരവിനായാണ് ആരാധകർ കാത്തിരിക്കുന്നത്. ഓഗസ്റ്റ് 14 തിയേറ്ററുകളിലെത്തുന്ന ചിത്രം കോളിവുഡിലെ അടുത്ത സെൻസേഷനാകാൻ കെൽപ്പുള്ളതാണെന്ന് സിനിമ അനലിസ്റ്റുകൾ പറയുന്നു. സൂപ്പർ സ്റ്റാർ രജനീകാന്തും മാസ് മസാല ചിത്രങ്ങൾക്ക് പുത്തൻ ചേരുവകളുമായി എത്തുന്ന ലോകേഷ് കനകരാജും ആദ്യമായി ഒന്നിക്കുന്ന ചിത്രം കൂടിയാണ് കൂലി. വൻ താരനിര തന്നെ അണിനിരക്കുന്ന ചിത്രത്തിൽ അമീർ ഖാനും അതിഥി വേഷത്തിലെത്തുന്നുണ്ട്. ലോകേഷിന്റെ ഒരു പക്ക ആക്ഷൻ എന്റർടൈനർ തന്നെയാകും കൂലി എന്ന സൂചനകളാണ് കഴിഞ്ഞ ദിവസം എത്തിയ ട്രെയിലർ നൽകിയത്. 3 മിനിറ്റ് ദൈർഘ്യമുള്ള ട്രെയിലർ തുടങ്ങുന്നത് തന്നെ സൗബിന്റെ ഇൻട്രോയിലൂടെയാണ്. തുടർന്ന് രജനീകാന്തിന്റെ മാസ് ഇൻട്രോയാണ്. പിന്നാലെ ഉപേന്ദ്ര, അമീർ ഖാൻ, സത്യരാജ്, നാഗാർജുന തുടങ്ങിയവരെയും ട്രെയിലർ പരിചയപ്പെടുത്തുന്നുണ്ട്. സംഘടനകൾ കൊണ്ട് നിറഞ്ഞ ട്രെയിലറാണ് പുറത്തു വന്നിരിക്കുന്നത്. ലോകേഷിന്റെ ഏറ്റവും ബിഗ് ക്യാൻവാസ് ചിത്രമാകും കൂലിയെന്ന് തന്നെയാണ് ട്രെയിലർ നൽകുന്ന സൂചന. ഇപ്പോഴത്തെ പുതിയ വിഷ്വൽസുമായി കൂലിയുടെ ട്രെയിലർ പുറത്തുവിട്ടിരിക്കുകയാണ് അണിയറ പ്രവർത്തകർ. തിയേറ്ററിൽ പ്രദർശിപ്പിച്ച കൂലിയുടെ ഹിന്ദി പതിപ്പിന്റെ ട്രെയിലറാണ് പുതിയ സീനുകൾ കൂട്ടിച്ചേർത്ത് പുറത്തുവിട്ടിരിക്കുന്നത്. സിനിമയിലെ രജനീകാന്തിന്റെ ഫ്ലാഷ് ബാക്ക് ഭാഗത്തിലെ ഒരു ഷോട്ടാണ് ഇപ്പോൾ ട്രെയിലറിൽ ഉൾപ്പെടുത്തിയിരിക്കുന്നത്. ഈ രംഗം ഇപ്പോൾ സോഷ്യൽ മീഡിയയിൽ പലരും പങ്കുവയ്ക്കുന്നുണ്ട്. പുതുതായി ഉൾപ്പെടുത്തിയിരിക്കുന്ന ഭാഗത്തിന് മികച്ച പ്രതികരണങ്ങളാണ് ലഭിക്കുന്നത്. ഫ്ലാഷ് ബാക്ക് സീനുകളിലൂടെ പുതിയൊരു രജനീകാന്തിനെ ചിത്രം കാണിച്ചു തരുമെന്നാണ് പ്രേക്ഷകർ പറയുന്നത്. അതേസമയം കേരളത്തിലടക്കം മികച്ച ബുക്കിംഗ് ആണ് സിനിമയ്ക്ക് ലഭിക്കുന്നത്. ബുക്കിംഗ് ആരംഭിച്ച ആദ്യ മണിക്കൂറിൽ തന്നെ റെക്കോർഡ് പ്രീ ബുക്കിംഗ് നേടാൻ കൂലിക്ക് സാധിച്ചിട്ടുണ്ട്. കേരളത്തിൽ നിന്ന് ഇതിനോടകം കൂലി അഡ്വാൻസ് ബുക്കിംഗിൽ 3 കോടി നേടിക്കഴിഞ്ഞു. ഇന്ത്യൻ സമയം പുലർച്ചെ 4:01 കൂലിയുടെ ആദ്യ പ്രദർശനം. കേരളത്തിൽ രാവിലെ 6 മണി മുതലാണ് ഷോ ആരംഭിക്കുന്നത്. സിനിമയുടെ UK പ്രീ ബുക്കിംഗ് മികച്ച പ്രകടനമാണ് കാഴ്ചവെച്ചത്. നോർത്ത് അമേരിക്ക, ഓസ്ട്രേലിയ, UK എന്നിവിടങ്ങളിൽ റെക്കോർഡ് ടിക്കറ്റ് വിൽപ്പനയാണ് സിനിമയ്ക്ക് ലഭിക്കുന്നത്. ചിത്രം തിയേറ്ററുകളിൽ എത്തും മുൻപ് നിലവിലെ റെക്കോർഡുകളെല്ലാം തകർത്തെറിയുമെന്നാണ് പ്രതീക്ഷ. ഓവർസീസ് മാർക്കറ്റിലും സിനിമയ്ക്ക് വലിയ മുന്നേറ്റമുണ്ടാക്കാൻ സാധിക്കുന്നുണ്ട്. സർട്ടിഫിക്കറ്റാണ് സിനിമയ്ക്ക് ലഭിച്ചിരിക്കുന്നത്. 3 മണിക്കൂറിനടുത്താണ് സിനിമയുടെ ദൈർഘ്യം. രജനീകാന്തിന്റെ 171 സിനിമയായാണ് കൂലി എത്തുന്നത്. നാഗാർജുന, അക്കിനേനി, ഉപേന്ദ്ര, സത്യരാജ്, സൗബിൻ ഷാഹിർ, ശ്രുതി ഹസൻ, റീബ മോണിക്ക ജോൺ എന്നിവരാണ് കൂലിയിൽ പ്രധാന കഥാപാത്രങ്ങളെ അവതരിപ്പിക്കുന്നത്. 38 വർഷങ്ങൾക്ക് ശേഷം സത്യരാജും രജനീകാന്തും ഒരുമിച്ച് എത്തുന്നുവെന്ന പ്രത്യേകതയും ചിത്രത്തിനുണ്ട്. സൺ പിക്ചേഴ്സിന്റെ ബാനറിൽ കലാനിധി മാറിനാണ് ചിത്രത്തിന്റെ നിർമ്മാണം. 350 കോടി രൂപ ബജറ്റിലാണ് ചിത്രം ഒരുങ്ങുന്നത് എന്നാണ് റിപ്പോർട്ടുകൾ. അനിരുദ്ധ് രവിചന്ദ്രാണ് ചിത്രത്തിന്റെ സംഗീത സംവിധാനം നിർവഹിച്ചിരിക്കുന്നത്. തമിഴ്, തെലുങ്ക്, കന്നഡ, ഹിന്ദി, മലയാളം എന്നീ ഭാഷകളിലായാണ് ചിത്രം തിയേറ്ററുകളിലേക്ക് എത്തുക. ഗിരീഷ് ഗംഗാധരൻ ക്യാമറ കൈകാര്യം ചെയ്യുന്ന ചിത്രത്തിന്റെ എഡിറ്റിംഗ് നിർവഹിക്കുന്നത് ഫിലോമിൻ രാജാണ്. എന്റർടൈൻമെന്റ് ഡെസ്ക്, സീ മലയാളം ന്യൂസ്. ഏറ്റവും പുതിയ വാർത്തകളും വിശേഷങ്ങളും വിരൽത്തുമ്പിലറിയാൻ സീ മലയാളം ന്യൂസ് എല്ലാ ഡിജിറ്റൽ പ്ലാറ്റ്ഫോമുകളിലും ലഭ്യം.